الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനും സ്നേഹനിധിയുമായ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരാവണമെന്ന് ആദ്യമേ ഏവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മുതിർന്ന ചില ആളുകളൊക്കെ കൂട്ടം കൂടി സംസാരിക്കുന്ന സമയത്ത് പുതുതലമുറയെ കുറിച്ച് അവരുടെ സംസാരം വലിയ പ്രതീക്ഷയില്ലാത്ത ചർച്ചകളാണ്. വളരെ നിരാശയോടുകൂടിയാണ് പുതുതലമുറയെ കുറിച്ച് ആളുകളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചുറ്റുവട്ടത്തും നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ, പത്രങ്ങൾ എടുത്തു നോക്കിയാൽ, ചെറുപ്പക്കാരായ യുവാക്കൾ മദ്യത്തിന്റെയും, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ മയക്കുമരുന്നിന്റെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകളാണ് നമ്മുടെ ജില്ല, തൊട്ടടുത്ത ജില്ലകളിൽ നിന്നൊക്കെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലക്ഷക്കണക്കിന് ഈ മയക്കുമരുന്ന് വാങ്ങാൻ ഇവിടെ ആളുണ്ട് എന്നുള്ളതാണ്. അതിന്റെ വലിയ ഒരു നെറ്റ്വർക്ക് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഭീതിയോടുകൂടി നമ്മൾ കാണേണ്ടതാണ്. അതിൽ ഈ ആളുകളുടെ കൂട്ടത്തിൽ വലിയ അളവ് യുവാക്കളാണ്. അതിൽ മറ്റു മതസ്ഥരുണ്ട്, എന്നാൽ മുസ്ലിം പേരുകളും
അതിൽ കുറവല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ചില ആളുകള് ഇതിന്റെ ഉപഭോക്താക്കളായി മാറുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് ആളുകൾ. എന്നാൽ ചില ആളുകൾ ഇത് ഒരു സമ്പത്തിന്റെ, ഒരു ധനാഗമന മാർഗമായിട്ട്, അവരുടെ ഒരു വരുമാന മാർഗമായിട്ട് ഇത്തരം മാർഗങ്ങളെ അവർ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് സമ്പാദിക്കാൻ, പെട്ടെന്ന് പണം കണ്ടെത്താനുള്ള വഴിയായി ഇതൊക്കെ ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, വിശ്വാസിക്ക് ഒരിക്കലും ഇതിലേക്ക് അടുക്കുവാൻ പാടില്ല. കാരണം മദ്യവും മയക്കുമരുന്നും സർവ്വ തിന്മകളുടെയും മാതാവാണ്. അതേപോലെ തന്നെ ഇതിന്റെ ആളുകളായാൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. ഒരു തവണ ഉപയോഗിച്ചാൽ അവന്റെ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അത് ഉപയോഗിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ജാഹിലിയത്തിലെ മരണമാണ്, അവൻ ഒരു അവിശ്വാസിയായിട്ടാണ് മരിക്കുന്നത് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ചില ആളുകള് ഇത് അവരുടെ വരുമാനം, സമ്പത്ത് കൂട്ടാൻ, ഒന്നങ്ങനെയാണല്ലോ, സമ്പത്ത് എങ്ങനെയൊക്കെ പെട്ടെന്ന് സമ്പത്ത് ഉണ്ടാക്കാം എങ്കിൽ ഇസ്ലാം മനുഷ്യരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ധനാഗമന മാർഗങ്ങള്, സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മദ്യം മയക്കുമരുന്നല്ല, മന്ത്രവാദം, അതുമായി ബന്ധപ്പെട്ട ചികിത്സകള് ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായി കൊണ്ടിരിക്കുകയാണ്. ബിയുമ്മയുടെ കഥയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകളൊക്കെ നമ്മൾ അറിയുന്നതാണ്. ഇങ്ങനെ സമ്പത്താണ് എല്ലാറ്റിന്റെയും പിന്നിൽ. ഇത് ശേഖരിക്കുവാനാണ് ഇത്തരം മാർഗങ്ങൾ ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിൽ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കലല്ല, ഹലാലായ മാർഗത്തിലൂടെ ആവണം. ഹറാമായ എല്ലാ മാർഗവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ വറസൂലുഹു ഹറമ ബൈഅൽ ഖംർ, അല്ലാഹുവും അവന്റെ റസൂലും കള്ള് കച്ചവടം ഹറാമാക്കിയിരിക്കുന്നു. വൽ മൈതത്ത്, ശവക്കച്ചവടം, വൽ ഖിൻസീർ, പന്നിയുടെ കച്ചവടം, വൽ അസ്നാം, ബിംബങ്ങളുടെ കച്ചവടം, ഇതെല്ലാം അള്ളാന്റെ റസൂല്, അള്ളയും അത് ഹറാമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഏറ്റവും കൂടുതൽ യുവാക്കളാണ് ഇതിലേക്ക് അടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി, ഇവിടെ മാറേണ്ടത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആളുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവരെയും ഒരേപോലെയല്ല. ഇവിടെ വൈവിധ്യതയുണ്ട്, ഇവിടെ വ്യത്യസ്തതയുണ്ട്. ചിലർക്ക് സമ്പത്തുണ്ടാകും, ചിലർക്ക് കുറവുണ്ടാകും, ചിലർക്ക് ആരോഗ്യമുണ്ടാകും, ചിലർ രോഗികളാവും. അതേപോലെ തന്നെ ചിലർക്ക് അറിവുള്ളവരുണ്ടാകും, അറിവ് കുറഞ്ഞ ആളുകൾ ഉണ്ടാകും. ഇതാണ് ഈ ദുനിയാവിന്റെ വ്യത്യസ്തത. അതുകൊണ്ട് തന്നെ ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, ഖനാഅത്ത്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി അറിയേണ്ട കാര്യമാണ്. നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയി വരണം. റബ്ബ് എനിക്ക് തന്നതിൽ ഞാൻ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായാൽ ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. നോക്കിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി, ഒരാൾ സുരക്ഷിതമായി സമാധാനത്തോടുകൂടി നിർഭയത്തോടുകൂടി അവന്റെ വിരിപ്പിൽ നിന്ന് അവൻ രാവിലെ എഴുന്നേൽക്കുന്നു. മുആഫൻ ഫീ ജസദി, അവന് ആരോഗ്യത്തിന് ഒരു പ്രശ്നമല്ല, സുഖസുന്ദരമായിട്ടാണ് അവൻ അവൻ രാവിലെ എഴുന്നേൽക്കുന്നത്. മാത്രമല്ല ഇൻദഹു ഖൂതു യൗമിഹി, അന്ന് കഴിക്കാൻ, ഇന്ന് നമ്മൾ എണീക്കുമ്പോ ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ അടുക്കലുണ്ട് എങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, ദുനിയാവ് മുഴുവനും നേടിയെടുത്തവനെ പോലെയാണെന്ന. എന്താ പറഞ്ഞത്?
സമാധാനത്തോടെ എഴുന്നേൽക്കുക. നോക്കി, കുറച്ചു മുമ്പ്, ഇപ്പോഴും അതിന്റെ അലയൊലികൾ മാറിയിട്ടില്ല എങ്കിലും ഫലസ്തീനിലേക്ക് നോക്കി, എവിടെയും ഒച്ചപ്പാട് കേട്ടാൽ ബോംബാണോ, ആക്രമിക്കാൻ വരികയാണോ? നിർഭയത്തല്ലല്ലോ. അങ്ങനെയുള്ള രാജ്യങ്ങളും നാടുകളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ എത്ര ആളുകൾ രോഗികളായിട്ടാണ് ഒന്ന് തിരിയാനും മറിയാനും ആളുകളുടെ സഹായം നോക്കി നിൽക്കുന്നത്. എങ്കിൽ അതൊന്നുമില്ല. നമ്മളെ പറ്റി പറയാ, നമ്മൾ സമാധാനത്തോടു കൂടി എഴുന്നേൽക്കുന്നു, ആരോഗ്യത്തോടു കൂടി എഴുന്നേൽക്കുന്നു. ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ട്. ദുനിയാവ് നേടിയ പോലെയാണ് എന്ന് പറഞ്ഞാൽ 800 കോടി ജനങ്ങളിൽ ഇത് ഇല്ലാത്ത എത്രയോ ആളുകൾ ഉണ്ട് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണം എന്നുള്ളതാ. റസൂല് പറയാ, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുദിക കഫാഫ വഖന്നഅഹു അല്ലാഹു ബിമാ അതാ. ഒരാൾ മുസ്ലിമായി, അവൻ വിജയിച്ചു എന്ന ഖദ് അഫ്ലഹ. എന്താണ് അവന്റെ പ്രത്യേകത? വറുദിക കഫാഫൻ, അവന് ജീവിച്ചു പോകുവാനുള്ള ഉപജീവനം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോവാനുള്ളത് അല്ലാഹു തന്നിട്ടുണ്ട്. എന്നിട്ട് എത്രയാണോ അല്ലാഹു തന്നത് അതിൽ അവൻ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു, അവൻ വിജയിച്ചു. ഖുർആൻ അഫ്ലഹ ഫലാ എന്ന പ്രയോഗം പരലോകത്ത് വിജയിക്കുന്നതിനെയാണ് പറയുന്നത്. പരലോകത്ത് വിജയിച്ചവനെ കുറിച്ച് പറയുന്നതിനാണ് ഈ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിൽ നമുക്ക് ജീവിക്കണം. ഇനിയോ, സമ്പാദിക്കാം. ഒരിക്കലും ഇത്രയേ സമ്പാദിക്കാൻ പാടുള്ളൂ എന്ന് ഒരു പരിധി ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാ. എത്രയും സമ്പാദിക്കാം, പക്ഷേ ഉള്ളതിൽ തൃപ്തി, കിട്ടിയത് എന്താണോ അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണം. ഇല്ലെങ്കിൽ എന്താ? ഇല്ലെങ്കിൽ ഈ ഖനാഅത്ത്, ഈ തൃപ്തി വന്നിട്ടില്ലെങ്കിലാണ് നമ്മൾ ഈ അപകടങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള കണ്ണികളിലേക്ക്, മയക്കുമരുന്നിന്റെ, അതല്ലെങ്കിൽ മന്ത്രവാദത്തിന്റെ, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് എന്ന. ഇനി മനുഷ്യന്റെ പൊതുവിലുള്ള അവസ്ഥ എന്താ? എത്ര കിട്ടിയാലും മനുഷ്യന്റെ ആർത്തി തീരുവോ? തീരൂല. നോക്കി, 1400 കൊല്ലം മുമ്പ് മുത്ത് റസൂല് പറയാണ്, ലൗ കാന ലിബ്നി ആദം വാദിയാനി മിമ്മാൽ. ആദം സന്തതികൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് സമ്പത്തിന്റെ 2 താഴ്വര നൽകി ഉണ്ടായിരുന്നാലും, മറ്റൊരു റിപ്പോർട്ടില് സ്വർണത്തിന്റെ 2 മല ഉണ്ടായാലും, രണ്ടെണ്ണം കിട്ടിയിട്ട് ഓന് തീരുന്നില്ല. മൂന്നാമത്തേത് അവൻ ആഗ്രഹിക്കുക. മണ്ണല്ലാതെ അവന്റെ ഉള്ളു നിറക്കുന്ന ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ, മരിച്ച് മണ്ണിനോട് ചേരുമ്പോഴേ ഓന്റെ ഈ ആർത്തി മാറുള്ളൂ. ഖബറിക്കൺ ചെല്ലുമ്പോഴേ മനുഷ്യന്റെ ഈ ആർത്തി മാറുകയുള്ളൂ എന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകരുത്. നോക്കി, റസൂല് സഹാബത്തിന്റെ മുമ്പിൽ ഒരു ചെറിയ കള്ളി ഇങ്ങനെ വരച്ചു. ആ കള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു വര ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരച്ചിട്ടു. എന്നിട്ട് റസൂല് പറയാ, ഈ കള്ളിയാണ് നമ്മുടെ ജീവിതം. ഈ വര അത് നമ്മുടെ ആഗ്രഹം, അത് നിൽക്കണില്ല, അതിങ്ങനെ പോകുക, ആ വര ഇങ്ങനെ പോകുക. അതുകൊണ്ട് ഇതിൽ ഒതുങ്ങിക്കൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ടു ജീവിച്ച് മുന്നോട്ട് പോയാൽ അബദ്ധങ്ങളില്ലാതെ, അപകടങ്ങളില്ലാതെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് മുത്ത് റസൂൽ നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ഒന്നാമത്തത് ഉള്ളതിൽ തൃപ്തി ഉണ്ടാവുക, ഖനാഅത്ത് ഉണ്ടാവുക. ഇനി ആളുകൾക്ക് ഇത്തരം ഈ അപകടങ്ങളിലേക്ക്, മയക്കുമരുന്നുകളിലേക്ക്, ഈ മന്ത്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോവാനുള്ള മറ്റൊരു കാരണം എന്താ? ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാ ദുനിയാവിനോടുള്ള അമിത താല്പര്യം, ആർത്തി, മരണത്തോടുള്ള അവന്റെ വെറുപ്പ്. ഈ ദുനിയാവ് ശാശ്വതമല്ല എന്ന് തിരിച്ചറിവുണ്ടാവണം. എത്ര നമ്മൾ അറിയണല്ലേ? പക്ഷേ ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്,
ഒരു സംതൃപ്ത ജീവിതം ഇവിടെ ലഭിക്കണം. അത് ഇസ്ലാം വിലക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇവിടെ നല്ലൊരു ജീവിതം കിട്ടണം. കഷ്ടപ്പാടിന്റെ, വേദനയുടെ, പ്രയാസങ്ങളുടെ ഒരു ജീവിതമല്ല. പിന്നെന്താ? ഒരു സംതൃപ്തമായ, അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എന്താ? പടച്ചവനെ, ദുനിയാവിൽ നീ എനിക്ക് നന്മ നൽകണം, അവിടെ നിർത്തരുത്. പരലോകത്തും എനിക്ക് നന്മ നൽകണം, നരക ശിക്ഷയിൽ നിന്ന് എന്നെ ഇതാ. അപ്പൊ രണ്ടോടത്തും നമുക്ക് നന്മ ഉണ്ടാവണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഉള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി എന്താണോ, അള്ളാഹ് തന്നത് അത് നമ്മൾ ഉപയോഗിച്ച് കാണിക്കണം എന്നുള്ളതാണ്. അത് നല്ല വസ്ത്രങ്ങള്, അതേപോലെ തന്നെ നല്ല ഭക്ഷണം, ദൂർത്തടിക്കാതെ മാന്യമായ രൂപത്തിൽ അത് കാണിച്ച് പ്രകടിപ്പിച്ച് ജീവിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. മുത്തറസൂല് പറയാ, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അസറു നിഅമതിഹി അലാ അബ്ദി. ഒരു അടിമക്ക് അള്ളാഹ് നൽകിയ അനുഗ്രഹം കാണിക്കുക എന്നുള്ളതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വഹയുടെ അവസാന ആയത്ത് കാണാം, അള്ളാഹു തന്ന അനുഗ്രഹം നമ്മൾ ഇങ്ങനെ പറയണം, സംസാരിക്കണം. ഇതാണ്, ഇങ്ങനെ ജീവിക്കാനാണ് ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നത്. ഓക്കെ, വെള്ളിയാഴ്ച പോലും നിങ്ങൾ ജോലി നിർത്തിവെക്കണം. വെള്ളിയാഴ്ച നിങ്ങളുടെ ജോലി നിങ്ങൾ നിർത്തിവെക്കണം, അവധിയെടുക്കണം എന്ന് പറയുന്നില്ല. സൂറത്തു ജുമുഅ നമുക്കറിയാലോ, ഇടയ്ക്ക് നമ്മൾ കേൾക്കുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അല്ലേ? ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ. അല്ലേ? എന്താ? വിശ്വാസികളെ, ജുമുഅ ദിവസം നിങ്ങളെ വിളിക്കപ്പെടുന്നു. ജുമുഅന്റെ ബാങ്കിന്റെ മുമ്പ് ആ ജുമുഅക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ അള്ളാന്റെ ദിക്റിലേക്ക്, ആ ഉത്ബോധനത്തിലേക്ക്, ഖുതുബക്ക് അത് നിർബന്ധ, പെട്ടെന്ന് പോവണം എന്നാ. എന്നിട്ട് പിന്നെ വൈകിക്കരുത്. ആ പരിപൂർണമായ കൂലി ലഭിക്കണം. അതെന്താ? ഇമാം മിമ്പറുമ്മക്ക് കേറുന്നതിന്റെ മുമ്പ് പള്ളിന്റെ ഉള്ളിലെത്തണം. അല്ലേ? ഏറെക്കുറെ ആളുകളൊക്കെ റെഡിയായി വരുന്നുണ്ട് നമ്മളെ മഹല്ലിലും. എന്നാലും ഉണ്ട് ആ ബാങ്ക് ഇങ്ങനെ കൊടുക്കട്ടെ കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇനി വന്നാൽ തന്നെ പ്രിയപ്പെട്ടവര്, 2 റക്അത്ത് സുന്നത്ത് വളരെ വളരെ പ്രബലമായ സുന്നത്താ. ഞാൻ ഈ മിമ്പറും ഇന്ന് കണ്ടു, വന്നതിൽ പകുതിയിലധികം ആളുകൾ നിസ്കരിച്ചിട്ടില്ല. വരിക ഇരിക്കുക, വളരെ പ്രധാനപ്പെട്ട. അപ്പോ വേഗം വന്ന് 2 റക്അത്ത് നിസ്കരിക്കുക, ജുമുഅ ഖുതുബ ശ്രദ്ധിക്കുക. ഇനി ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ബാങ്കിന് കാത്തു നിൽക്കുകയും വേണ്ട. ചില ആളുകൾ അങ്ങനെയുണ്ട്, ബാങ്ക് കൊടുക്കണം ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. അതാണ് ഖുതുബ കേൾക്കുക എന്നുള്ളതാണ് വലിയ പ്രാധാന്യം. അത് നമ്മൾ സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയോ ഖുതുബ കഴിഞ്ഞിട്ട് പള്ളിക്ക് എങ്ങനെ ദിക്റ് ഇങ്ങനെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞുകൂടാനല്ല പറയുന്നത്. അതിന്റെ ബാക്കി എന്താ? ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തസിറു ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളില്ലാഹ്. നിസ്കാരം കഴിഞ്ഞു, നിങ്ങളുടെ ദിക്റുകൾ ദുആകളൊക്കെ കഴിഞ്ഞു. ഫന്തസിറു ഫിൽ അർദ്, നിങ്ങൾ പൊയ്ക്കോളി, ഭൂമിയിലൂടെ വിഹരിക്കുക. വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ പണിയെടുത്തോളി, അധ്വാനിച്ചോളി, സമ്പാദിച്ചോളി. കൂട്ടത്തിൽ പറയാ വദ്കുറുല്ലാഹ കസീറാ, ധാരാളം എന്ത് ചെയ്യണം? അള്ളാഹനെ ഓർക്കണം. ഓരോന്ന് സമ്പാദിക്കുന്നതും ഹലാലായ മാർഗത്തിലാണോ, ഹറാമ് പറ്റുന്നുണ്ടോ, ശ്രദ്ധ വേണം എന്നുള്ളത് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഹുബ്ബു ദുനിയ, ഈ ദുനിയാവിനോടുള്ള പ്രേമം അത് വലിയ ചതിയാണ്, അത് വലിയ അപകടമാണ്. അത് നമ്മളിലേക്ക് എത്തരുത്. അതുകൊണ്ടല്ലേ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനത്തെ ആ ആയത്തിന്റെ തൊട്ട് മുമ്പ് ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. എന്താ അല്ലാഹ് പറയുന്നേ? അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, പരലോകം വരാനുള്ളതാണ്.
എന്ന് നിങ്ങളോട് പറഞ്ഞ ആ കരാർ, ആ വഅദ് അത് സത്യമാണ്. നിങ്ങളെ വിചാരണയ്ക്ക് ഒരുമിച്ച് കൂട്ടും എന്ന് പറഞ്ഞ കരാർ അത് സത്യമാണ്. നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ കരാർ അത് സത്യമാണ്. വിശ്വാസിയായി ജീവിച്ചവർക്ക് സ്വർഗമുണ്ട് എന്നുള്ള കരാർ സത്യമാണ്. അവിശ്വാസിയായി ജീവിച്ചാൽ നരകമുണ്ട് എന്ന് പറഞ്ഞ കരാർ സത്യമാണ്. നമ്മൾ ഓർമ്മപ്പെടുത്തുക. എന്നിട്ടെന്താ? ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അതേപോലെ തന്നെ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിന്റെ വിഷയത്തിൽ ആ പരമവഞ്ചകൻ, മഹാവഞ്ചകൻ പിശാച്, അവനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാ. കാരണം നമ്മൾ ചതിക്കുഴിയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ചുറ്റുള്ള ആളുകളൊക്കെ ഇതിങ്ങനെ ആസ്വദിക്കുമ്പോ, അനുഭവിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അബദ്ധത്തിൽ പോവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന. പ്രിയപ്പെട്ടവരെ, സൂറത്ത് കഹ്ഫിൽ രണ്ടാളുകളുടെ ചരിത്രം പറയുന്നുണ്ട്. നമ്മൾ ഓതുന്നതല്ലേ? അതിൽ ഒരാൾക്ക് അള്ളാഹു അന്നത്തെ കാലത്ത് വെച്ച് ഏറ്റവും നല്ല സമ്പത്ത് കൊടുത്തു, ഒരാൾക്കൊന്നുമില്ല. പക്ഷേ സമ്പത്ത് കിട്ടിയപ്പോ അവൻ പറയുന്ന ചില വാക്കുകൾ ഉണ്ടല്ലോ, എനിക്ക് കിട്ടിയത് ഇനി ഒരിക്കലും നശിച്ചു പോകും, ഇല്ലാതായി പോകും ഞാൻ വിചാരിക്കണില്ല. രണ്ടാമത്തെ എന്താ? അന്ത്യദിനം വരുന്നു ഞാൻ വിചാരിക്കണില്ല, അതും ഉണ്ടാവൂല എന്ന് പറഞ്ഞ. സമ്പത്ത് കൂടുമ്പോ ദുനിയാവിനോടുള്ള താല്പര്യം കൂടുമെന്നുള്ളതാ ആ ചരിത്ര നമ്മളെ പഠിപ്പിക്കുന്നത്. ആർത്തി കൂടും. മാത്രമല്ല, അങ്ങനെയുള്ള മനുഷ്യർ ദുനിയാവിനോടുള്ള പ്രേമം കൂടുമ്പോ മതത്തോട് മതിപ്പില്ലാതാകും അവന്. മാത്രമല്ല, ആരാധനകളിൽ നിന്ന് അവൻ അകന്നു നിൽക്കും. അതേപോലെ തന്നെ പരലോകത്തെ അവൻ മറക്കും. വിചാരണ, സ്വർഗം, നരകം ഇതിനെക്കുറിച്ചൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പതുക്കെ പതുക്കെ മതനിഷേധിയായും അള്ളാഹുവിനെ അവൻ മറക്കും എന്നുള്ളതാ. എങ്കിൽ തിരിച്ചറിവുള്ളവർക്ക് മാറ്റം ഉണ്ടാകും. എത്ര സമ്പത്തുണ്ടെങ്കിലും അള്ളാഹു ഈ ബോധം, ദുനിയാവ് ഇത്രയുള്ളൂ ബോധമുള്ളവർക്ക് എന്തുണ്ടെന്നോ മാറ്റങ്ങൾ ഉണ്ടാകും. നോക്കി, ഒന്ന് രണ്ട് സംഭവങ്ങൾ ശ്രദ്ധയപ്പെടുത്തട്ടെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നമ്മൾ ഇടക്കിടക്ക് മിമ്പർ എന്ന് പറയുന്നതാ. ഈ ബോധം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. 1000 ഒട്ടകങ്ങളുടെ പുറത്ത് സാധന സാമഗ്രികൾ മദീനയിലേക്ക് വരിക. മദീന വളരെയധികം ക്ഷാമം പിടിപെട്ട ഒരു സമയത്ത് അത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച സഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുത്തപ്പോ ഒരു ജൂതന്റെ അടുക്കൽ ഉണ്ടായിരുന്ന റൂമാ കിണർ പൊന്നുവില കൊടുത്ത് വാങ്ങി മുസ്ലിങ്ങൾക്ക് കൊടുത്ത, സംഭാവന ചെയ്ത, ആ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ച സഹാബി. പ്രിയപ്പെട്ടവരെ, റസൂലുള്ള ഒരു 2 അനാഥ കുട്ടികളുടെ അടുക്കൽ നിന്നാണല്ലോ മദീന പള്ളിക്കുള്ള സ്ഥലം അന്ന് പ്രവാചകൻ ഹിജറ പോകുമ്പോ കരുതി വെച്ച നാണയത്തുട്ടുകൾ കൊടുത്ത് വാങ്ങിയതാ. ആളുകൾ കൂടിയപ്പോ സ്ഥലമില്ലാതായി. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചു. നമുക്കിത് വികസിപ്പിക്കണം. ഇത് പള്ളി വികസിപ്പിക്കാൻ പണം തരുന്നവർക്ക് അള്ളാഹു സ്വർഗം നൽകും, അത് ഞാൻ വാഗ്ദാനം നൽകുന്നു എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പൂർണ്ണമായും ഞാൻ ഏറ്റെടുത്തു. അതാ, ഉണ്ടായിട്ട് കാര്യമില്ല, കൊടുക്കാല മനസ്സ് അല്ലെ. ഇങ്ങനെയുള്ള മുൻഗാമികളുടെ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ദുനിയാവ് ഇത്രയേ ഉള്ളൂ. റസൂലുള്ള ഒരിക്കൽ പറയാ, മാലി വലി ദുനിയാ, ഞാനും ദുനിയാവ് എന്ത് ബന്ധമുള്ളത്? മാ അനഫി ദുനിയാ ഇല്ലാ കറാകിബിൻ ഇസ്തവല്ല തഹത ശജറ സുമ്മ റാഹ വ തറകഹ. അത്രേ ഉള്ളൂ. ഞാനൊരു യാത്ര, ആ യാത്രയിൽ ക്ഷീണുണ്ടായപ്പോ ഒരു മരച്ചുവട്ടിൽ കുറച്ചു നേരം തണലിൽ ഞാനൊന്ന് വിശ്രമിച്ചു. പിന്നെ ഞാൻ അത് വിട്ടുപോയി, ആ മരത്തണൽ വിട്ടുപോയി, അത് ഉപേക്ഷിച്ച് ഞാൻ പോയി എന്നാ. അപ്പൊ ആ മരത്തണലിൽ എത്രയോ ഞാനുള്ളൂ, അത്രയേ ഉള്ളൂ ദുനിയാവുന്ന. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. എത്ര മരണങ്ങളാ നമ്മൾ ഓരോ ആഴ്ചകളിലും നമ്മൾ ഇങ്ങനെ പറയും അല്ലെ. ഒരു പക്ഷെ ഇന്ന് നമ്മൾ വാട്സപ്പിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ മഹാനായ ഒരു പണ്ഡിതൻ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്, എം മുഹമ്മദ് മദനി. അദ്ദേഹത്തെ കുറിച്ച് പത്രത്തിലൊക്കെ ഇന്നുണ്ട്, ന്യൂസുകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് നന്മകൾ ഇങ്ങനെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ലാളിത്യത്തിന്റെ ഉടമ, പാണ്ഡിത്യത്തിന്റെ ഉടമ,
ഒരുപാട് ശിക്ഷഗണങ്ങളുള്ള അദ്ദേഹം അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി. ഇന്ന് 4:30 അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം കൊടിയത്തൂർ വെച്ച് നടക്കുന്നത്. പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. പറഞ്ഞത് എന്തിനാന്നോ, അദ്ദേഹത്തിന് കുറെ അടയാളപ്പെടുത്തലുകൾ ഉണ്ട്. അദ്ദേഹത്തിന് കുറെ അടയാളപ്പെടുത്തൽ, അയാളുടെ ജീവിച്ചതിന്, അയാൾ പഠിപ്പിച്ച അല്ലെങ്കിൽ അയാൾ ചെയ്തു വെച്ച ഒരുപാട് നന്മകൾ, അയാളുടെ പ്രസംഗങ്ങൾ, ആളുകൾക്ക് 100 നാവ്. പ്രിയപ്പെട്ടവരെ, ഒരേ മയ്യത്തിന് മുമ്പിൽ ഇങ്ങനെ വെക്കുമ്പോ ആളുകൾ പറയലോ, നല്ല മനുഷ്യരായിരുന്നട്ടോ, ഉപകാരിയായിരുന്നട്ടോ, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോ നമ്മൾ മരിച്ച് ഈ പള്ളിയുടെ ഇവിടെ ഈ മുമ്പിൽ ഇങ്ങനെ വെക്കുമ്പോ നമ്മളെ പറ്റി ഇങ്ങനെ വലിയതൊന്നും പറയാല്ലെങ്കിലും നമ്മളെ പറ്റിയെങ്കിലും പറയണോ, പള്ളിന്റെ കാര്യമൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആളാട്ടോ, 5 വക്ത് നമസ്കാരത്തിന് പങ്കെടുത്തിരുന്ന ആളാ, അയാൾ പങ്കെടുത്തോ അയാൾ ഈ പള്ളിയിൽ ഉണ്ടാകും, അങ്ങനെ എപ്പോഴും അങ്ങനെയൊക്കെ പറയുന്ന എത്ര ആളുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അയാൾ പള്ളിയിൽ വരുന്ന ആളാ, അയാൾ ജമാഅത്തിൽ ഉണ്ടാകുന്ന ആളാ, ദീനീ പ്രവർത്തനത്തിന് മുൻപിൽ നിൽക്കുന്ന ആളാ. ഇങ്ങനെയെങ്കിലും വലിയതൊന്നും പറയല്ലെങ്കിലും ഇതെങ്കിലും നമ്മളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ണ് ചിമ്പുമ്പോ പറയണം. അതാണ് ദുനിയാവ്, അത്രയുള്ളൂ എന്ന് തിരിച്ചറിവുണ്ടാവണം. ആ രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഏവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് യുവാക്കളെ കുറിച്ച്, പുതുതലമുറയെ കുറിച്ച് ആളുകൾക്ക് നിരാശയോടുകൂടിയ വർത്തമാനമാണ് ഇന്ന് നമ്മുടെ നാടുകളിലെ ചില ചർച്ചകളിലൊക്കെ നമുക്കൊക്കെ കേൾക്കുവാൻ സാധിക്കുന്നത്. ഏതായാലും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിചാരണയിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒരു ചോദ്യം അൻശബാബി ഒന്നതാ, യുവത്വത്തെ കുറിച്ച് ചോദിക്കുന്ന, എന്തിന് യുവത്വം ചെലവഴിച്ചു. എല്ലാ ആളുകളും, സംഘടനയാണെങ്കിലും ഏത് പ്രസ്ഥാനാണെങ്കിലും ആവശ്യമുള്ളതാണ് ആര്? യുവാക്കളെ. ആ യുവത്വം പ്രിയപ്പെട്ടവരെ നല്ലതിനാവണം. ഒരു ഹദീസിലില്ലേ, 5 കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതിലൊന്ന് പറഞ്ഞത് വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ യുവത്വം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. മാത്രമല്ല, ആ യുവത്വമുള്ള അല്ലെങ്കിൽ അവർക്കാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ യുവത്വം പ്രയോജനപ്പെടുത്തുന്നവർക്ക് അർശിന്റെ തണൽ. ഒരു 7 കൂട്ടം ആളുകൾ, ഒരാളാരാ? അള്ളാഹുവിനെ ആരാധിക്കുന്ന ആ യുവാക്കൾ, ആ യുവത്വ സമയം, ആ രക്തത്തളപ്പുള്ള സമയത്ത് അതിന്നൊക്കെ നമ്മൾ പടച്ചവനെ കുറിച്ചൊരു ബോധം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറുപ്പക്കാർ ചില സ്ഥലങ്ങളിലൊക്കെ, ഞാനിപ്പോ ഇങ്ങനെ ഓരോ ഭാഗത്തു കൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ബാങ്കിന്റെ സമയത്തും ഈ മൊബൈലും നമ്മൾ അതൊന്നും ഉപയോഗിക്കേണ്ടതൊന്നുമല്ല, അല്ലെങ്കിൽ കാരംസ്, അതൊക്കെ നമ്മുടെ ചില സംഗതികളൊക്കെ ആവശ്യത്തിനാവാം. പക്ഷെ നമ്മൾ അമിതമായി നമ്മുടെ ആരാധനകൾ, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അയ്യാലസ്സലയും അയ്യാലുൽഫയും അസ്സലാത്തു ഖൈറുമിനും നമ്മൾ എത്ര കേൾക്കുന്നുണ്ട്, മറുപടി കൊടുക്കാതെ ഒരു ദിവസം നമ്മളും കണ്ണടക്കൂലേ? പ്രിയപ്പെട്ടവരെ, എന്താ നമ്മുടെ ഖബർ നമ്മുടെ കൂടെ ഉണ്ടാവുക? ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നോക്കിയും നമ്മുടെ മുൻകാലത്ത് നേരത്തെ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ നമുക്ക് അസ്ഹാബുൽ കഹ്ഫ് പറയുന്നുണ്ട്, ഇന്നഹും ഫിത്യ, യുവാക്കളായിരുന്നു അവര്, കുറച്ചാളുകള്. ആ യുവത്വ സമയം അള്ളാന്റെ മാർഗത്തിൽ അവർ ചെലവഴിച്ചു. ഇബ്രാഹിം നബിന്റെ കഥ പറയുന്നില്ലേ, സൂറത്ത് അംബിയായിലുണ്ട്. വഖാലു സമഇനാ ഫതൻ, ഞങ്ങൾക്ക് ഒരാൾ അറിയാം, ഒരു യുവാവിനെ. ആ നല്ല സമയം അദ്ദേഹം ഒറ്റയാൾ പട്ടാളമായിട്ട്, ജാഫർ ബിൻ അബീ ത്വാലിബ് നല്ല ചെറുപ്രായ, മോത്താ യുദ്ധത്തിലാ മരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിക്ക്, അത് ആ ഭാര്യയോട് ചെന്ന് പറയണം. ആ രംഗൊക്കെ ചരിത്രത്തിൽ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ വല്ലാത്ത അവസ്ഥ. ആ ചെറുപ്രായത്തിൽ യുദ്ധം കഴിഞ്ഞ് എന്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ കാത്തിരിക്കുക. റസൂലുള്ള ചെന്നപ്പോ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഭാര്യനെ കാണുന്നത് റസൂലുള്ളാഹിക്ക് പറയാൻ കഴിയുന്നില്ല. ചോദിക്കുന്നുണ്ട്, എവിടെ ജാഫർ? മക്കളൊക്കെ ഇങ്ങനെ അണച്ചു ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ള പറയാ, നിങ്ങളുടെ പിതാവ് സ്വർഗത്തിൽ ഒരു പക്ഷിയെ പോലെ പാറിക്കളിക്കുന്നുണ്ട്.
ബോധ്യപ്പെടുത്തി കൊടുക്കുക. നല്ല സമയം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് അതാ, നമ്മുടെ യുവത്വം. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ നമ്മൾ മാറേണ്ടത് നമ്മുടെ മനസ്സിന്റെ കാഴ്ചപ്പാടാ. ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ അവന്റെ സമ്പത്തല്ല നശിപ്പിക്കുന്നത്, ഒരു മനുഷ്യനെ അവന്റെ ആരോഗ്യമല്ല നശിപ്പിക്കുന്നത്, ഒരു മനുഷ്യനെ അവന്റെ യുവത്വമല്ല നശിപ്പിക്കുന്നത്, അവന്റെ കാഴ്ചപ്പാടാണ് നശിപ്പിക്കുന്നത്. കാഴ്ചപ്പാട് നന്നാക്കണം. ആ രൂപത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് നന്നാക്കി പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ, കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ പുണ്യകർമ്മങ്ങൾ അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ മതത്തിന് വേണ്ടി നന്നായി പ്രവർത്തിച്ച് ആ രൂപത്തിൽ ജീവിച്ച് മരിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അള്ളാഹു അവരുടെയൊക്കെ ഖബർ ജീവിതം സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികളായ കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ദീർഘായുസ്, ആരോഗ്യം, ആഫിയത്ത് പ്രദാനം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.